ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് അപർണയുടെ കൂട്ടുകാരിയായ ഡോക്ടർ അപർണയുടെ അമ്മയെ കാണുവാൻ വേണ്ടി തന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പറയണം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അപ്പോൾ അപർണയുടെ അമ്മ വല്ലാത്ത മടുപ്പായി തുടങ്ങി. മോളെ അങ്ങോട്ട് വരാനും താല്പര്യമില്ലാതെയായി. ഇത് കേട്ടുകൊണ്ട് അപർണ, അമ്മയ്ക്ക് അസുഖം മാറുന്നതല്ല കാര്യം, വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ട് ഭയവും ഉത്കണ്ഠയുമൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ വീണ്ടും പറയുകയാണ്, ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ വസുന്ധരാമ്മയോടും തമ്പിച്ചാനോടും പറഞ്ഞതല്ലേ ഡൽഹിക്ക് പോകാമെന്ന്. ഡൽഹിയിൽ നെഫ്രോപ്പതിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും. വസുന്ധരാമ്മയ്ക്ക് നെഫ്രൈറ്റിസ് രോഗമാണ്. അങ്ങോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ഒന്ന് സമ്മതം പറഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് അപർണയോട്, അനു, അമ്മയൊന്ന് പറഞ്ഞ് നീ മനസ്സിലാക്ക്. അപ്പോൾ വീണ്ടും വസുന്ധര, എനിക്കിപ്പോൾ നിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ചികിത്സ മാത്രം മതി. ഞാൻ ഇവിടം വിട്ട് വേറെ ഒരിടത്തേക്കും വരില്ല. അവിടെ വെച്ചേ ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ മോളെ. വസുന്ധരാമ്മ എന്തിനാണ് ഇങ്ങനെ ശാഠ്യപ്പെടുന്നത്? എന്ത് അസുഖത്തിനും ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ. നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. വസുന്ധരാമ്മയെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കുവാനുള്ള സാമ്പത്തികമൊക്കെ അങ്കിളിൻ്റെ കയ്യിലുണ്ട്. ഇത് ഡൽഹി വരെയല്ലേ ഉള്ളൂ, വിദേശത്തൊന്നും അല്ലല്ലോ. അപ്പോൾ അപർണ, നമുക്ക് പോകാം അമ്മേ. കസ്തൂരി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. അപ്പോൾ വസുന്ധര, ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് മാറി നിൽക്കും എന്നുള്ള കാര്യമാണ് നീ പറയുന്നത്. നിന്റെ അച്ഛൻ ഓടി നടക്കുന്നതൊക്കെ നീ കാണുന്നില്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും? വെന്ത് നീറിയാണ് ഓരോ ദിവസവും ഞാൻ കഴിച്ചു കൂട്ടുന്നത്. വീണ്ടും കസ്തൂരിയുടെ ചോദ്യം, കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ ജോലിക്കാരില്ലേ? അങ്കിള് ബിസിനസ് ടൂറൊക്കെ നടത്തുന്ന ആളല്ലേ, അപ്പോൾ കമ്പനി കാര്യങ്ങളൊക്കെ നടക്കാറില്ലേ? വസുന്ധരാമ്മയെ അവിടെ അഡ്മിറ്റ് ചെയ്താൽ ഒരാൾ കൂടെ നിന്നാൽ മതി. അങ്കിളിന് പോയി വരാവുന്നതേ ഉള്ളൂ. വസുന്ധരാമ്മയുടെ അസുഖത്തിന്റെ ഗൗരവം കണ്ടിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. അപ്പോൾ അപർണ, അവൾ പറയുന്നത് ഒന്ന് കേൾക്കമ്മേ. അമ്മ അവിടെ ട്രീറ്റ്മെന്റുമായിട്ട് പോയാൽ മതി. അച്ഛനും ഞാനും മാറി മാറി നിന്നോളാം. അപ്പോൾ വസുന്ധര, നിങ്ങൾക്ക് സംസാരിക്കാൻ മറ്റൊന്നുമില്ലേ? ഈ വിഷയം ഇനി കസ്തൂരി പറയണ്ട. നിനക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അറിയില്ല മോളെ. വീട് വിട്ടു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. നീ എന്നോട് ക്ഷമിക്ക്. തുടർന്ന് അപർണയോട് പറയുകയാണ് വസുന്ധര, നീ അവൾക്ക് ചായ ഇട്ട് കൊടുക്കും മോളെ. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ ഇവിടേക്ക് വരുന്നത്. ചെല്ലുമോളെ. ഇത് പറഞ്ഞ് കസ്തൂരിയെ പറഞ്ഞു വിടുകയാണ്. അപർണയും കസ്തൂരിയും മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ വസുന്ധര മെല്ലെ മനസ്സിൽ പറയുകയാണ്, ഒന്നുമില്ലാതെ ജാനകി ഒരിക്കലും കേസിന് പോവില്ല. ആ മനുഷ്യന് വീണ്ടും ജയിൽ ജീവിതം ഉറപ്പാണ്. പിന്നീട് കാണുന്നത് അമല് ജാനകിയുടെ അമ്മയെ കാണുവാൻ വേണ്ടി ചന്ദ്രകാന്തത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. അമലിന്റെ കൈ പിടിച്ചുകൊണ്ട് ജാനകിയുടെ അമ്മയുടെ അരികിലേക്ക് പൊന്നു എത്തിയിട്ട് പറയുകയാണ്, ചെറി, ഇതാണ് പൊന്നുവിൻ്റെ അമ്മാമ്മ. ഉടനെ തന്നെ അമല് ആ കിടക്കയിൽ ജാനകിയുടെ അമ്മയുടെ അരികിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, അമ്മേ, ഞാൻ അബിയേട്ടൻ്റെ അനിയനാണ്. ഉടനെ രാധാമണി തല ഉയർത്തി അമലിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. അല്പനേരം മൗനമായിരുന്നതിന് ശേഷം അമൽ വീണ്ടും രാധാമണിയുടെ കൈയെടുത്ത് തൻ്റെ കൈയോട് ചേർത്ത് മടിയിൽ വെക്കുകയാണ്. ഈ സമയത്ത് രാധാമണി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പൊന്നു, ഹായ്. അമൽ ചെറിയച്ഛനെ കണ്ടപ്പോൾ അമ്മമ്മ ചിരിച്ചു. ഇത് കാണുമ്പോഴേക്കും ജാനകിക്ക് വലിയ സന്തോഷമാവുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ദൈവമേ, ആദ്യമായിട്ടാണ് പരിചയമില്ലാത്തൊരു മുഖം കാണുമ്പോൾ അമ്മയുടെ മുഖത്ത് ചിരി വിടരുന്നത്. അത് കേട്ടിട്ട് വീണ്ടും ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അമല് പറയുകയാണ്, അമ്മയൊന്ന് കാണുവാൻ എത്ര ദിവസങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്നറിയുമോ? അബിയേട്ടനും ജാനകിയേട്ടത്തിയും എനിക്കതിന് അനുവാദം തരാതിരുന്നത് കൊണ്ടാണ് ഞാനിവിടേക്ക് വരാതിരുന്നത്. അപ്പോൾ പൊന്നു പറയുന്നുണ്ട്, അമ്മമ്മ മിണ്ടില്ല ചെറിയ. അത് കേട്ടിട്ട് അമല് രാധാമണിയോട് പറയുകയാണ്, അമ്മ പൊന്നുവിൻ്റെ പരാതി കേൾക്കുന്നില്ലേ? അവളോട് അമ്മയ്ക്കൊന്നും മിണ്ടിക്കൂടെ? തുടർന്ന് അമല് ജാനകിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അമ്മയ്ക്കറിയാത്തതായിട്ട് എന്താ ജാനകിയിടത്തിയുള്ളത്? അത് എപ്പോഴുമില്ല, ചില സമയങ്ങളിലേ ഉള്ളൂ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ. തുടർന്ന് ജാനകി രാധാമണിയോട് പറയുകയാണ്, അബിയേട്ടൻ്റെ കുഞ്ഞനിയനാണമ്മേ. തുടർന്ന് അമല് പൊന്നുവിനോട് പറയുന്നുണ്ട്, പൊന്നു, നീ പോയിട്ട് ചെറിയച്ഛൻ കൊണ്ടുവന്ന ആ ലഡു ഇങ്ങെടുത്തിട്ട് വാ, അമ്മമ്മ കഴിക്കുമെന്ന് നമുക്ക് നോക്കാം. അത് കേട്ടിട്ട് ഞാൻ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് പൊന്നു ഓടുന്നുണ്ട് ലഡു എടുക്കാൻ വേണ്ടി. അപ്പോൾ വീണ്ടും അമല് രാധാമണിയോട് പറയുകയാണ്, അമ്മേ, ഞങ്ങൾക്ക് ചെറിയൊരു വീടുണ്ട്, ജാനകിയിടത്തിയുടെയും അബിയേട്ടൻ്റെയും വീട്. അമ്മയ്ക്ക് അങ്ങോട്ട് വന്നൂടെ? നമുക്കെല്ലാവർക്കും അവിടെ കഴിയാം. ഇത് കേൾക്കുമ്പോഴേക്കും രാധാമണിയുടെ മുഖത്തെ ആ ചിരി അങ്ങ് മായുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുകയാണ്, അമല് പറഞ്ഞതൊന്നും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാ ജാനകിയിടത്തി ഇനിയും ഈ ഒളിച്ചുകളി? അവിടേക്ക് അമ്മയെ കൊണ്ടുവന്നുകൂടെ? ഏടത്തിയുടെ അമ്മയാണ് എന്ന് പറയാൻ മടിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? അമലേ, ഇത്രയും കാലം എനിക്കൊരമ്മ ഇല്ലെന്നല്ലേ എല്ലാവരും പറഞ്ഞിരുന്നത്? ഇനി കുറച്ചു കാലം കൂടി അവരങ്ങനെ തന്നെ കരുതിക്കോട്ടെ. ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം മതി എനിക്ക്. ഇത് എൻ്റെ അമ്മയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഞാൻ പ്രത്യേകിച്ചൊരു സന്തോഷവും അനുഭവിക്കുന്നില്ല. സന്തോഷം വരേണ്ടത് മനസ്സിൽ നിന്നാണ്.
മറ്റുള്ളവരുടെ അംഗീകാരം കൊണ്ട് കിട്ടേണ്ടതല്ലത്. അപർണയെ ഞാൻ സ്നേഹിക്കുന്നത് നിരഞ്ജനയെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ്. രണ്ട് സ്നേഹത്തിലും ഞാൻ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വളർന്ന സാഹചര്യം കൊണ്ട് കിട്ടിയതാവും. കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ അമ്മയും കൊണ്ട് ഞാൻ അളകാപുരിയിലേക്ക് വരില്ല. സംസാരിക്കാനാവാത്ത അമ്മയും കൊണ്ട് ഞാൻ എങ്ങനെ അവിടേക്ക് വരും? എന്നെ ആരെന്തു പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. പക്ഷേ എൻ്റെ അമ്മയെ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ സമയത്ത് ലഡ്ഡുവുമായിട്ട് പൊന്നു അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ചെറി, ഇതാ ചെറി കൊണ്ടുവന്ന ലഡ്ഡു. ഉടനെ അമൽ പറയുകയാണ്, ആ ഞാൻ അമ്മമ്മയ്ക്ക് കൊടുക്കാം. ഞാൻ കൊടുത്താൽ അമ്മമ്മ കഴിക്കുമെന്ന് നോക്കാമല്ലോ. തുടർന്ന് അമൽ ഒരു ലഡ്ഡു എടുത്തിട്ട് രാധാമണിയുടെ വായിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുകയാണ്, അമ്മേ ഇതാ ലഡ്ഡു, കഴിക്ക്. ഉടനെ രാധാമണി വല്ലാത്തൊരു പരിഭവത്തോടെ അമലിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അമൽ അത് കണ്ടിട്ട് ഒന്ന് പരുങ്ങുകയാണ്. അതിനുശേഷം വീണ്ടും പറയുകയാണ്, അമ്മേ ഇത് കഴിക്കമ്മേ, ഞാനല്ലേ തരുന്നത്. അല്പനേരത്തെ മൗനത്തിന് ശേഷം ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അമലിൻ്റെ കയ്യിലിരുന്ന ആ ലഡ്ഡുവിലേക്ക് രാധാമണി മെല്ലെ കടിക്കുകയാണ്. ഇത് കാണുമ്പോൾ ജാനകിക്കും പൊന്നുനും അമലിനുമെല്ലാം ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. ഉടനെ പൊന്നു കൈയടിച്ചുകൊണ്ട് പറയുകയാണ്, ഹായ് അമ്മമ്മ ലഡു കഴിച്ചേ. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അമൽ വീണ്ടും ജാനകിയുടെ അമ്മയോട് പറയുകയാണ്, ഇതാ കഴിക്കമ്മേ. അത് കേട്ടുകൊണ്ട് വീണ്ടും രാധാമണി ലഡുവിൽ കടിക്കുകയാണ്. അമൽ കൊടുത്ത ലഡു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധാമണിയുടെ മുഖത്ത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്തതുപോലൊരു പ്രകാശം പടരുകയും വലിയ ചിരി വെളിപ്പെടുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് കാണുന്നത് അബിയും അമലും ജാനകിയും കൂടി സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ്. അബി ചോദിക്കുന്നുണ്ട്, ജാനകിയുടെ അമ്മയെ നീ കണ്ടില്ലേ? ആ കണ്ടു. പക്ഷേ ഏട്ടനും ഏട്ടത്തിയും പറയുന്ന പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്കില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താ അമ്മ നിന്നോട് സംസാരിച്ചോ? സംസാരിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് നല്ല തിരിച്ചറിവുണ്ട്. ഞാൻ അബിയേട്ടൻ്റെ അനിയനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ആദ്യം കണ്ട എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമോ? അപ്പോൾ അബി, എടാ നീ ആരാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആരാണെന്ന് ആദ്യം അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ? എന്നെ ആരാണ് എന്നമ്മ മനസ്സിലാക്കണമെങ്കിൽ ജാനകി ആരാണെന്ന് അറിയണ്ടേ? ഉടനെ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ജാനകി അബിയേട്ട എന്ന് വിളിക്കുമ്പോൾ അബി പറയുകയാണ്, ഞാൻ ക്രൂരമായൊരു പരിഹാസം പറഞ്ഞതല്ല, ഇവൻ്റെ സംസാരം കേട്ടിട്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ ജാനകി അമലിനെ നോക്കി അമ്മ ചിരിച്ചു. അമൽ കൊടുത്ത മധുരവും കഴിച്ചു. അമ്മ അങ്ങനെ ചെയ്യുന്നതാണോ? ഉടനെ അമൽ പറയുകയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേൾക്ക്. ഏടത്തിയോട് ഞാനിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ. ഉടനെ അബി, അമ്മയെ അളകാപുരിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമല്ലേ? അതെ, അത് തന്നെയാണ് കാര്യം. പക്ഷേ അതിനു മുൻപ് അപർണയോട് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തണം. സത്യങ്ങൾ അറിഞ്ഞ് ഒരുപക്ഷെ സ്വന്തം ചേച്ചിയാണ് ജാനകിയെടുത്തിയെന്ന് അറിയുമ്പോൾ അവളുടെ പക കുറഞ്ഞ് മനസ്സിന് കുറച്ച് പക്വത വന്നാൽ പിന്നെ നമുക്കവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവളിൽ നിന്ന് അത് മറച്ചു വെക്കുന്നത്? ഈ കേസും പ്രശ്നങ്ങളുമെല്ലാം അതോടെ അവിടെ അവസാനിക്കില്ലേ? നമുക്കെല്ലാവർക്കും മനസ്സമാധാനം തിരികെ കിട്ടുകയും ചെയ്യും. ഉടനെ ജാനകി ചോദിക്കുകയാണ്, അത് അപർണ വിശ്വസിച്ചില്ലെങ്കിലോ? എൻ്റെ അമ്മയാണിതെന്ന് തെളിയിക്കുവാൻ എൻ്റെ കയ്യിൽ രേഖകളൊന്നുമില്ല. ഒരിക്കലും അപർണ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് ഇനിയും അവളെ മനസ്സിലായില്ലേ അമലേ? അപ്പോൾ അബി ചോദിക്കുകയാണ്, എടാ ജാനകി പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ? ജാനകിയെ അനാഥയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചവളാണ് അപർണ. പരിഹാസത്തിൻ്റെ കാര്യത്തിൽ തമ്പിയേക്കാൾ ഒരു പടി മുകളിൽ നിന്നവളാണ് മകള്. തമ്പിയുടെ മകളാണ് ജാനകി എന്നുള്ള സത്യം അപർണ വിശ്വസിക്കില്ല. അബി ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പൊന്നു അവിടേക്ക് വരുന്നുണ്ട്. ഈ സംസാരം കേട്ടുകൊണ്ട് പൊന്നു ഒരു നിമിഷം സ്റ്റക്കായി ഭിത്തിയുടെ അരികിൽ മറഞ്ഞു നിൽക്കുകയാണ് തുടർന്നുള്ള സംഭാഷണം കേൾക്കാൻ. ഉടനെ വീണ്ടും അബി പറയുകയാണ്, നീ ഇപ്പോൾ പറഞ്ഞതുപോലെ അല്ല സത്യം. ജാനകി തമ്പിയുടെ മകളാണെന്നറിഞ്ഞാൽ അവൾക്കൊരു പക്ഷേ അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. തമ്പിക്ക് അത് പുച്ഛിച്ച് തള്ളാതെ വേറെ മാർഗങ്ങളുമൊന്നുമില്ലാതാകും. അപർണയുടെ പരിഹാസം പിന്നീട് ഇങ്ങനെയൊന്നും ആയിരിക്കുകയുമില്ല. അപ്പോൾ ജാനകി വീണ്ടും പറയുകയാണ്, എനിക്ക് കൂടുതൽ അപമാനിതയാകാൻ പറ്റില്ല അമലെ. അമ്മയെ കൊണ്ടുപോകുന്ന കാര്യം അമല് വിട്ടേക്ക്. അതുപോലെ നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അറിയാതെ പോലും അപർണയോട് നീ പറഞ്ഞു പോകരുത്. ജാനകിയെടുത്തിയുടെ അനുവാദമില്ലാതെ ഞാൻ ഒന്നും പറയില്ല. ഞാൻ ഇത്രയുമൊക്കെ പറഞ്ഞത് കേസിൻ്റെ കാര്യം ഓർത്തിട്ടാ. അതിൻ്റെ ഭാവി എന്തായി തീരുമെന്നോ ആർക്കനുകൂലമാകുമെന്നോ ഒന്നും അറിയില്ല. തമ്പി ശിക്ഷിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. പക്ഷേ തമ്പി കേസിൽ തോറ്റാൽ ഉയർന്ന കോടതിയിലേക്ക് പോകും. തമ്പി നിരപരാധിയാണ് എന്നുള്ള ചിന്തയിൽ അപർണ കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പോഴും ജാനകിയെടുത്തിയുടെ അനിയത്തിയാണ് അപർണ എന്നുള്ള മഹാസത്യം അപർണ അറിയാനും പോകുന്നില്ല. അത് നിങ്ങൾ ഓർക്കണം. ഉടനെ അബി, അതൊരിക്കലും ആരും അറിയാൻ പാടില്ല എന്നുള്ള നിലപാടിലാണല്ലോ ജാനകി. ഏട്ടാ, തമ്പി ഇനി ജയിലിൽ പോയാൽ പോലും അതൊരു ശിക്ഷയായി തീരില്ല. അതുകൊണ്ട് ആരെന്തു നേടാനാണ്? തമ്പിയെ വിചാരണ ചെയ്ത് ശിക്ഷിക്കേണ്ടത് അയാളുടെ കുടുംബമാണ്. ഭാര്യയും മകളും അയാളെ തള്ളിപ്പറയണം. അയാൾ പൂർണ്ണമായും ഒറ്റപ്പെടണം. ഇങ്ങനെ അച്ഛനെ സ്നേഹിക്കുന്നൊരു മകൾ അയാളെ വെറുത്താൽ അയാൾക്കത് സഹിക്കാൻ പറ്റുമോ? 100 ജീവപര്യന്തത്തിന് തുല്യമാണ് അത്തരമൊരു ശിക്ഷ.
എൻ്റെ മനസ്സിലെ ചിന്തകളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ആലോചിക്കുക. അമ്മയെ ഒന്ന് കാണുവാനുള്ള അവസരം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ചെറിയച്ഛൻ പോയെന്ന് പൊന്നുവിനോട് പറഞ്ഞേക്ക്. ഇത് പറഞ്ഞിട്ട് അമൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേട്ടുകൊണ്ട് നിന്ന പൊന്നു അമ്പരപ്പോടുകൂടി നിൽക്കുകയാണ്. തുടർന്ന് പൊന്നുവിൻ്റെ മനസ്സിൽ പൊന്നു ഇങ്ങനെ പറയുകയാണ്, അമ്മയുടെ അനിയത്തിയാണ് അപർണ ചെറിയമ്മ. പാവം അപർണ ചെറിയമ്മയ്ക്ക് അതറിയില്ലല്ലോ. തുടർന്ന് കാണുന്നത് ജാനകി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊന്നു അവിടേക്ക് ചെന്ന് പാതകത്തിൽ കയറിയിരുന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ, പൊന്നു ഒരു കാര്യം ചോദിച്ചാൽ അമ്മ എന്നോട് സത്യം പറയുമോ? എന്താ പൊന്നു? അമ്മ പൊന്നുവിനോട് ദേഷ്യപ്പെടുവോ? അമ്മ എന്തിനാണ് പൊന്നുവിനോട് ദേഷ്യപ്പെടുന്നത്? പൊന്നു ചോദിക്ക്, അമ്മ പറയാം. ഇത് കേട്ടിട്ട് പൊന്നു അങ്ങനെ മിണ്ടാതെ കുനിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും ജാനകി ചോദിക്കുകയാണ്, നീ എന്തിനാണ് പരുങ്ങുന്നത്? നീ ചോദിക്ക, അമ്മ പറയാം. അത് അപർണ ചെറിയമ്മ പൊന്നുവിൻ്റെ ചെറിയമ്മയല്ലേ? അത് അപർണ മാത്രമാണോ? നിരഞ്ജനയും നിന്റെ ചെറിയമ്മയല്ലേ? ഇതാണോ ഇത്ര വലിയ സംശയം? ഈ സമയത്ത് അബിയും അവിടേക്ക് വരുന്നുണ്ട്. വീണ്ടും ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ പൊന്നു നിന്റെ സംശയത്തിന്റെ കാര്യം? അത് അപർണ ചെറിയമ്മയുടെ അച്ഛനല്ലേ തമ്പിയപ്പൂപ്പൻ? അമ്മയുടെ അച്ഛനും തമ്പിയപ്പൂപ്പൻ തന്നെയാണോ? പൊന്നുവിന്റെ വായിൽ നിന്നും ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ജാനകി ഒന്ന് ഞെട്ടിത്തരിക്കുന്നുണ്ട്. ഈ സമയത്ത് വളരെ അവിശ്വസനീയതയോടുകൂടി അബി പൊന്നുവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? നിന്റെ അമ്മയ്ക്ക് അച്ഛനില്ലെന്ന് നിനക്കറിയില്ലേ? അയാൾ എങ്ങനെ എൻ്റെ അച്ഛനാകും? അയാൾ എൻ്റെ ആരുമല്ല. നീ എന്നോട് ഇപ്പോഴിത് ചോദിക്കുവാനുള്ള കാരണം എനിക്കിപ്പോൾ അറിയണം. ആരടി നിന്നോടിത് പറഞ്ഞു വന്നത്? പറയാൻ. അത് അമൽ ചെറിയച്ഛനോട് അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ കേട്ടതാ. പൊന്നുവിൻ്റെ ഈ വെളിപ്പെടുത്തൽ കേട്ട് ജാനകി പിന്നെയും ഒന്ന് അമ്പരക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, മോളെ, അത് അമ്മ വെറുതെ പറഞ്ഞതാ. അയാള് അപർണയുടെ അച്ഛൻ മാത്രമാണ്. അല്ല, അപർണ ചെറിയമ്മയുടെ അച്ഛൻ തന്നെയാണ് അമ്മയുടെ അച്ഛനും. ഉടനെ ദേഷ്യത്തോടുകൂടി ജാനകി അബിയോട് ചോദിക്കുകയാണ്, അബിയേട്ടാ, മോള് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ടില്ലേ? ഒരു കുട്ടി ചോദിക്കേണ്ട ചോദ്യങ്ങളാണോ ഇതൊക്കെ? ഉടനെ അബി പൊന്നുവിനെ പാതകത്തിൽ നിന്ന് പിടിച്ച് താഴേക്ക് ഇറക്കിയിട്ട് പറയുകയാണ്, പൊന്നു വാ, മോള് അമ്മമ്മയുടെ അടുക്കിലേക്ക് ചെല്ല്. ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് പൊന്നുവിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാ. തുടർന്ന് അബി ജാനകിയോട് പറയുകയാണ്, അവൾക്ക് പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയുണ്ടെന്ന് നിനക്കറിയില്ലേ ജാനകി? പലപ്പോഴും സംസാരിക്കുമ്പോൾ കുട്ടിയുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോകുന്നു. നമുക്ക് പറ്റിപ്പോയതും അത് തന്നെയാണ്. നീ അവളെ തിരുത്താനൊന്നും നിൽക്കണ്ട. കേട്ടത് സത്യമായാലും അസത്യമായാലും ആര് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ലിനി. കുട്ടികളുടെ മനസ്സിൽ ഒരു കാര്യം വീണുപോയാൽ അതവിടെ ഉറച്ചു കിടക്കും. ഉടനെ ജാനകി വിങ്ങിപ്പെട്ടിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് ഇതിൽ പരം ഒരു അപമാനം വേറെ ഇനി ഉണ്ടാവാനില്ല. എൻ്റെ മകൾ ഒരിക്കലും ഈ സത്യം അറിയരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച കാര്യമാണ്. അവൾ അതിന്നെൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചു കളയുന്നതിന് തുല്യമാണിത്. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ബിയേട്ടാ. ഏയ്, അവളിത് ആരോടും പറയാൻ പോകുന്നില്ല. നീ ഒന്ന് സമാധാനപ്പെട്. അവളിത് ആരോടും പറഞ്ഞില്ലെങ്കിൽ എന്താ ബിയേട്ടാ? വളർന്നു വരുന്നൊരു കുട്ടിയാണവൾ. നാളെ അവൾ തമ്പിയെ കാണുന്നത് ഏത് കണ്ണുകൊണ്ടാവും? അവളുടെ അമ്മയുടെ അച്ഛനായിട്ടല്ലേ? എനിക്കിത് അപമാനമല്ലാതെ പിന്നെ എന്താണ് ബിയേട്ടാ? ഇത്രയും പറഞ്ഞ് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ജാനകി മുറിയിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കാണുന്നത് ഉണ്ണിത്താൻ വക്കീലും സക്കീർ ഹുസൈനും കൂടി ക്ലബിൽ ഇരുന്നുകൊണ്ട് മദ്യപിക്കുന്ന കാഴ്ചയാണ്. ഉണ്ണിത്താൻ സക്കീർ ഹുസൈനോട് ചോദിക്കുന്നുണ്ട്, മേരിയമ്മയെ സാക്ഷി പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം താൻ ചിന്തിച്ചോ? അപ്പോൾ സക്കീർ ഹുസൈൻ, രാധാമണി വാര്യസ്യാർ ഓർഫനേജിൽ എത്തുന്നത് മുതലാണ് അവരുടെ ആവശ്യം നമുക്കുള്ളത്. എടോ, ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് കേസ് റീഓപ്പൺ ചെയ്യുവാൻ വേണ്ടി കോടതി ഉത്തരവ് ഉടൻ ഉണ്ടാവുക എന്നുള്ളതാണ്. മാധവ വാര്യർ കൊടുത്ത കേസ് തന്നെ ആവണം തുടർന്നു വരാൻ പോകുന്ന കേസിന്റെ ബേസ്മെന്റ്. കേസ് റീഓപ്പൺ ചെയ്യുമ്പോൾ മേരിയമ്മയെ കക്ഷി ചേർത്ത് വേണം മുൻപോട്ട് പോവാൻ. അതെ, അത് തന്നെയാണ് ശരിയായ നീക്കവുമെന്ന് സക്കീർ ഹുസൈൻ. ഇവരിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ നടുവിലേക്ക് കുടിച്ചു മതോന്മത്തനായി തമ്പിയും സേനനും കൂടി വരുന്നുണ്ട്. ഇരുവരുടെയും നടുവിലേക്ക് വന്നിരുന്നിട്ട് തമ്പി പറയുകയാണ്, എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാവും ഇവിടെ നടക്കുന്നത് അല്ലേ? ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വളരെ ഉദ്വേഗജനകമാണ്. ജാനകിയും അബിയും കൂടി വന്നിട്ട് നിരഞ്ജനയോട് പറയുകയാണ്, ക്ലബിൽ വെച്ച് തമ്പിയും ഉണ്ണിത്താൻ സാറും കൂടി വാക്കേറ്റമുണ്ടായി. സക്കീർ ബായ് ദൃക്സാക്ഷിയായിരുന്നു. തമ്പി ഉണ്ണിത്താൻ സാറിനെ തല്ലിയെന്നാണ് സക്കീർ ബായ് പറഞ്ഞത്. ഇത്രയും കേൾക്കുമ്പോഴേക്കും നിരഞ്ജനയൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താ പറഞ്ഞേ? അച്ഛനെ തമ്പി തല്ലിയെന്നോ? തുടർന്ന് കാണുന്നത് അപർണയുടെ മുൻപിലേക്ക് നിരഞ്ജന എത്തിയിട്ട് ഈ കാര്യം ചോദിക്കുന്നതാണ്. അപ്പോൾ അപർണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ആരെയും തല്ലാറില്ല. നിന്റെ അച്ഛൻ അടി ചോദിച്ചു വാങ്ങിയതാ. ഇത്രയും കേൾക്കുമ്പോഴേക്കും നിരഞ്ജന കൈവീശി സർവശക്തിയും എടുത്ത് അപർണയുടെ കരണത്ത് ആഞ്ഞൊരൊറ്റ അടിയങ്ങടിക്കുകയാണ്. എന്നിട്ട് പറയുകയാ, ഇത് നിന്റെ അച്ഛനുള്ളതാണെന്ന് നീ അങ്ങ് കരുതിക്കൂ. ഇനി നിനക്കുള്ളത് ഞാൻ തരാം.
അപ്രതീക്ഷിതമായി കിട്ടിയ അടിയുടെ ആഘാതത്തിൽ അപർണ അങ്ങനെ കരണത്ത് കൈപൊത്തി പകച്ച് നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ജാനകിയുടെയും അബിയുടെയും വീട് എന്ന മനോഹരമായ സീരിയൽ അത് ഉദ്വേഗജനകമായ വഴിത്തിരിവുകളിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് വരുന്ന എപ്പിസോഡുകൾ തീർച്ചയായിട്ടും കാണുവാൻ മറക്കരുത്. ഈ എപ്പിസോഡുകളുടെ മുന്നമേ കൂട്ടിയുള്ള വിവരണം കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.